അമ്പലം വിഴുങ്ങികളും അവർക്ക് കൂട്ടായി വെട്ടുമേരി നടത്തിയവരുമായ ദേവസ്വം ഉദ്യോഗസ്ഥർ കുടുങ്ങുകയാണ്. ഊറ്റിയ പോറ്റിയും പോറ്റിക്കായി പൂട്ടുതുറന്നവരും എല്ലാം ഒന്നൊന്നായി വീഴുന്നു. അയ്യന്റെ മുതല് കട്ടവരും കൂട്ടുനിന്നവരും ഒക്കെ പിടിയിൽ വീണത് ദേവസ്വം വിജിലൻസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ്. ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്ര അന്വേഷണവും ഇതാ തുടങ്ങിക്കഴിഞ്ഞു. പിന്നിലേക്ക് പോയാൽ ആഗോള അയ്യപ്പ സംഗമം. ആ സംഗമത്തിന് തൊട്ടു മുമ്പ് വെട്ടുമേനി നടത്തിയവനും അയാളെ പിന്തുണച്ച് നിയമസഭയിലെത്തിയവരുടെയും ഗൂഢാലോചനയെന്ന് സംശയിക്കാവുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം ചെയ്തു വെച്ച പോറ്റി തന്നെ ആർക്കു വേണ്ടിയാണ് വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയത്? അതിനെ മുൻപിൻ നോക്കാതെ സുവർണാവസരമാക്കിയത് ആരാണ്? അതിനെ ജനങ്ങളുടെ മധ്യത്തിൽ അലക്കാൻ അരമുറുക്കി ആവനാഴി മിനുക്കി ചാനലിൻ്റെ രാഷ്ട്രീയ ജനിതകമെന്ത് എല്ലാം തെളിയും. മനപ്പായസവുമായി കേക്ക് മുറിച്ചവരുടെ ബോംബ് ഇതായിരുന്നു. എന്നാ കേട്ടോ, അത് 8 നിലയിൽ ചീറ്റിയിരിക്കുന്നു. കട്ടവന് കൂട്ടുനിന്നവനും അവനെ ഉപയോഗിച്ച് തിരക്കഥ മെനഞ്ഞവർ ഉണ്ടെങ്കിൽ അവരും ഇതാ പൊതുജന സമക്ഷം നഗ്നരാകുന്ന കാലം അടുത്തു തന്നെയാണ്. 6 ആഴ്ച വെയിറ്റ് ചെയ്താൽ മതിയാകും. അയ്യയ്യോ അടപ്പാപികളെ എന്ന് നിങ്ങളെ നോക്കി മൂക്കത്ത് വിരൽ വെച്ച് ജനങ്ങൾ പറയുന്ന കാലം വിദൂരമല്ല. അയ്യനോട് പാപം ചെയ്തവരെ അഴിക്കുള്ളിലാക്കാൻ മെനക്കെട്ട ദേവസ്വത്തിനും സർക്കാരിനും കോടതിക്കും അഭിനന്ദനങ്ങൾ പറയുക ഈ ഘട്ടത്തിൽ അനിവാര്യവുമാണ്.